ധർമ്മേന്ദ്ര പ്രധാൻ റിസൈനിൽ ഒരുപാട് അങ്ങോട്ട് സന്തോഷിക്കാൻ വരട്ടെ. കാരണം വന്നിരിക്കുന്ന പുതിയ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രഹ്ലാദ് ജോഷി, പുള്ളിയെ പറ്റി വല്ലതും അറിയോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് പതുക്കെ 2002 ഒന്ന് പോയിട്ട് വരാം. ഗുജറാത്ത് റൈറ്റ്സ് നടക്കുന്ന സമയമാണ്. അവിടെ ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു 5 മാസം പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി ഗ്യാങ് റേപ്പിന് ഇരയാവുന്നു. അവരുടെ വീട്ടിലുള്ള 14 പേരെയും 3 വയസ്സുള്ള ഒരു കുട്ടിയും ആളുകൾ കൊല്ലുന്നു. പിന്നീട് 11 ആളുകളെ കുറ്റക്കാരായി കണ്ട് കോടതി ശിക്ഷിക്കുന്നു. ഇവർക്ക് സെൻറ്റൻസ് കൊടുക്കുന്നു. അപ്പം സബ്ജക്റ്റ് ക്ലോസായി, നല്ലൊരു കൺക്ലൂഷനായി എന്ന് എല്ലാവരും വിചാരിക്കുന്നു. പക്ഷേ 2022 ഈ 11 പേരെയും പ്രീമെച്യൂർ ആയിട്ട് റിലീസ് ചെയ്യാൻ ഗുജറാത്ത് ഗവൺമെന്റ് തീരുമാനിക്കുന്നു. ആ സമയത്തെ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഈ പ്രഹ്ലാദ് ജോഷിയാണ്. ഇദ്ദേഹം അതിനെ ഡിഫെൻഡ് ചെയ്തത് ഇത് ലോസ് പ്രകാരമാണ് ചെയ്യുന്നത്, ഇതിൽ ഞങ്ങൾ തെറ്റൊന്നും കാണുന്നില്ല, ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി അതിനെ ഡിഫെൻഡ് ചെയ്തത്. അങ്ങനെ ഭയങ്കരമായിട്ട് പബ്ലിക് ഔട്ട്റീച്ച് ഉണ്ടാവുന്നു. വീണ്ടും അത് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അങ്ങനെ സുപ്രീം കോടതി ഈ ഒരു റീമിഷനെ ഇല്ലീഗലാണെന്ന് പറഞ്ഞ് ക്വാഷ് ചെയ്ത് വീണ്ടും ഈ 11 പേരെ ജയിലിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനൊരു കാര്യത്തെ പബ്ലിക്കലി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നുള്ളതും കൂടെ നമ്മളൊന്നും മനസ്സിലാക്കണം. അപ്പം ഒരുപാട് സന്തോഷിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കണ്ടു നോക്കാം.